ആലുവ അദ്വൈതാശ്രമത്തിൽ മകരവിളക്കിനോടനുബന്ധിച്ച് ജനുവരി 14-ന് മകര സംക്രമ സംഗമം സംഘടിപ്പിക്കും. കേരള സ്റ്റേറ്റ് ഹിന്ദു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് മകര സംക്രമ സംഗമം സംഘടിപ്പിക്കുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഹിന്ദു ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന മകര സംക്രമ സംഗമം ജനുവരി 14-ാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുമെന്ന് ബോർഡ് സെക്രട്ടറി ടി.ആർ. ദേവൻ, വൈസ് പ്രസിഡന്റ് കെ.പി. ശിവദാസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് യുവതലമുറയുടെ വ്യതിചലനം എന്ന വിഷയത്തിൽ ചർച്ച സംഘടിപ്പിക്കും. ചർച്ചയിൽ സ്വാമി ധർമ്മചൈതന്യ, മുൻ എം.എൽ.എ അഹമ്മദ് കബീർ, ഫാദർ ബിബേഷ്, ഫാദർ ബിജേഷ് ഫിലിപ്പ് എന്നിവർ പങ്കെടുക്കും. തുടർന്ന് ശബരിമലയിൽ മകര സംക്രമ ദീപം തെളിയുന്ന സമയം ഹിന്ദു ദേവസ്വം ബോർഡിന്റെ 21-ാം വാർഷികം പ്രമാണിച്ച് അഭിവന്ദ്യ മെത്രാപ്പോലീത്ത യൂഹാനോൻ മാർ പോളികാർപ്പോസ്, സ്വാമി ധർമ്മചൈതന്യ, എം.എൽ.എ അൻവർ സാദത്ത്, ജസ്റ്റിസ് പി.എസ്. ഗോപിനാഥൻ, എം.എസ്. ഭുവനചന്ദ്രൻ, ബി.ജെ.പി. സംസ്ഥാന വക്താവ് പി.ആർ. ശിവശങ്കരൻ, പി.ബി. ബോസ്, ഇസ്ലാം മത പ്രഭാഷകൻ സി.എച്ച്. മുസ്തഫ മൗലവി, കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മൂലൻ, സി.പി.ഐ. ജില്ലാ കമ്മിറ്റി അംഗം ടി.സി. സഞ്ജിത്ത്, വേൾഡ് മലയാളി കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം.ജി. ശ്രീജിത്ത്, എഴുത്തുകാരി കെ.വി. സുമിത്ര, നാഷണൽ ലിസ്റ്റ് കേരള കോൺഗ്രസ് ചെയർമാൻ കുരുവിള മാത്യൂസ്, എസ്.എൻ.ഡി.പി. കുന്നത്തുനാട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ കെ.കെ. കർണൻ, സിനിമാ താരം ദീപിക, പ്രൊഫസർ മോനമ്മ കോക്കാട്, അഡ്വക്കേറ്റ് അനിൽ തോമസ് കുടജാദ്രി, വാസ്തു ആചാര്യൻ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരി, എം.പി. ശ്രീജിത്ത് എന്നിവർ ചേർന്ന് 21 നിലവിളക്കുകളിൽ ദീപം തെളിയിക്കും. തുടർന്ന് അത്താഴ വിരുന്നും നടക്കും. പത്രസമ്മേളനത്തിൽ ട്രഷറർ രതീഷ് ഹരിഹരൻ ഒ, ഓർഗനൈസിംഗ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി രാഹുൽ കൃഷ്ണദാസ്, ബോർഡ് അംഗം സിനിൽ കുമാർ, കെ.ബി. മുരുകൻ എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഹിന്ദു ദേവസ്വം ബോർഡ് ഈ വരുന്ന 14-ാം തീയതി മകരവിളക്കിനോടനുബന്ധിച്ച് മകരസംഗമം സംഘടിപ്പിക്കുകയാണ്. അത് നടക്കുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലാണ് നടക്കുന്നത്. സ്വാമി ധർമ്മചൈതന്യയുടെ നേതൃത്വത്തിൽ സ്വാമി ധർമ്മചൈതന്യയും അതിനോടൊപ്പം തന്നെ ഫാദർ ബിജേഷ് ഫിലിപ്പ്, അതേപോലെ തന്നെ ടി.എ. അഹമ്മദ് കബീർ, അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ അവർ സംബന്ധിക്കുന്നുണ്ട്. നാനാജാതി മതത്തിലുമുള്ള ആളുകളുടെ ഒരു ഒത്തുചേരലാണ് പ്രധാനമായിട്ടും നമ്മൾ അതിനകത്ത് വിഭാവന ചെയ്തിരിക്കുന്നത്. ഒരു 6 മണിയോടുകൂടി അവിടെ മകരജ്യോതി തെളിയുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ദീപം തെളിക്കും. അതുപോലെ യൂഹാനോന്മാർ പോളികോർപ്പസ് തിരുമേനി, അതുപോലെ സി.എച്ച്. മുസ്തഫ മൗലവി, അങ്ങനെ ഒട്ടേറെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക രംഗത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.